إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത കൈവരിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. യൂസുഫ് നബിയുടെ കുടുംബ പശ്ചാത്തലവും സ്വപ്നം കണ്ടതും സഹോദരന്മാരും അവർക്കുണ്ടായ അസൂയയും ആ അസൂയ വരുത്തിവെച്ച വിനയും കൊല്ലാൻ വരെ തീരുമാനിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അവർ അവസാനം കിണറിലേക്ക് യൂസുഫ് നബിയെ ഇടുകയും ചെയ്തു. ഒരു യാത്രാസംഘം അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി മിസ്രിലെ ഈജിപ്തിലെ ചന്തയിൽ പോയി അവിടുത്തെ പ്രമുഖനായ രാജാവിനോ അതല്ലെങ്കിൽ അവിടുത്തെ അസീസിന് വിൽക്കുകയും ചെയ്തു. രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിയിരിക്കുന്നത്. ആ മഹാനായ പ്രവാചകൻ്റെ ചരിത്ര ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. എല്ലാത്തിൻ്റെ പിന്നിലും റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ തീരുമാനങ്ങൾ, പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. മരണത്തെ മുന്നിൽ കണ്ടിരുന്ന ആ കിണറിലെ വാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല
യൂസുഫ് നബി അലൈഹിസ്സലാമയെ കൊണ്ടെത്തിക്കുന്നത് ഒരു റോയൽ ലൈഫിലേക്കാണ്, രാജകീയമായ ജീവിതത്തിലേക്കാണ്. ആ കൊട്ടാരത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിദ്യ നൽകുന്നു, അറിവും പ്രാപ്തിയും കഴിവും ഒക്കെ നൽകി നുബൂവത്തിന് പാകപ്പെടുത്തി ആ യൂസുഫ് നബി അലൈഹിസ്സലാമയെ വളർത്തുകയാണ്. അതീവ സുന്ദരനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ദുനിയാവിലെ പകുതി സൗന്ദര്യം യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ കൊട്ടാരത്തിൽ വെച്ച് വലിയൊരു പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനാവുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യം കണ്ട് കൊട്ടാരത്തിലെ രാജ്ഞി, ആ രാജ്ഞിയുടെ മനസ്സിൽ ദുഷിച്ച ചിന്ത ഉടലെടുക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തുകളിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. വറാവദത്ഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ്. അവർ, ആ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാമയോട് അടങ്ങാത്ത ഭ്രമം അവരെ കീഴ്പ്പെടുത്തുകയും വല്ലാത്ത പ്രേമം തോന്നുകയും തൻ്റേതായ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, യൂസുഫുമായി കിടപ്പറ പങ്കിടണം, സുഖിക്കണം, വ്യഭിചാരം നടത്തണം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുകയാണ്. യൂസുഫിനെ വശീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുകയാണ്, പ്ലാൻ ചെയ്യുകയാണ് കൊട്ടാരത്തിൽ. അതീവ സുന്ദരിയായിരുന്നു ആ സ്ത്രീ. വശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും അതേപോലെ സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം അണിഞ്ഞൊരുങ്ങി നിന്ന് യൂസുഫിനെ വശീകരിക്കാൻ വേണ്ടി അവൾ ഒരുങ്ങുകയാണ്. തൻ്റെ കൊട്ടാരത്തിലെ ആരാരും കാണാത്ത മണിമാളികയിൽ റൂമിനുള്ളിൽ യൂസുഫ് അലൈഹിസ്സലാമയെ വരുത്തി തിന്മയ്ക്ക് വേണ്ടി അവർ എല്ലാ കതകുകളും അടച്ച് കൊട്ടിയടച്ച് വാതിലുകളൊക്കെ കൊട്ടിയടച്ചുകൊണ്ട് കതകുകളൊക്കെ പൂട്ടുകയാണ്. ഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക്, വരൂ യൂസുഫേ വാ എന്ന് വിളിക്കുകയാണ്. അവിടുന്ന് യൂസുഫ് അലൈഹിസ്സലാം മആദല്ലാഹ്, ഞാൻ അള്ളാഹുവോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. അദ്ദേഹം ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. ആ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ. ഞാൻ അള്ളാഹുവോട് രക്ഷ ചോദിക്കുകയാണ്. എൻ്റെ യജമാനൻ, ഇന്നഹു റബ്ബി, എൻ്റെ യജമാനൻ, അഹ്സന മത്വായ, എനിക്ക് ഏറ്റവും നല്ല പാർപ്പിടം നൽകിയിട്ടുണ്ട്. ആ യജമാനനോട് ഞാൻ ഒരിക്കലും വഞ്ചന നടത്തുകയില്ല, എന്നിട്ട് ഈ ഒരു കൃത്യത്തിൽ ഏർപ്പെടുകയില്ല. ആ യജമാനൻ്റെ ഭാര്യയുമായി കിടപ്പിറ പങ്കിട്ട് ഞാൻ ആ യജമാനനെ ഒരിക്കലും വഞ്ചിക്കുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല. ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ, തീർച്ചയായും അക്രമികൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല എന്ന് പറയുകയാണ്. ഈ ആയത്തിനെ ഇന്നഹു റബ്ബി എന്നുള്ള വാക്കിനെ യജമാനൻ എന്നും അള്ളാഹുവാണ് എന്നും അർത്ഥം പറഞ്ഞവരുണ്ട്. എൻ്റെ റബ്ബാണ് എനിക്ക് പാർപ്പിടം നന്നാക്കി തന്നവൻ. കിണറിലെ ജീവിതത്തിന് ശേഷം അള്ളാഹു എനിക്ക് കൊട്ടാരത്തിൽ പാർപ്പിടം നൽകി എന്ന അർത്ഥവും പറഞ്ഞവരുണ്ട്. ആ അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി, ദുൽമ് പ്രവർത്തിക്കില്ല ഞാൻ, അങ്ങനെ പ്രവർത്തിച്ചവർ ആരും വിജയിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്തു തന്നെ ആയാലും അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം അത്രമാത്രം അവർ വശീകരിപ്പിച്ചിരുന്നു. വല്ലാത്തൊരു ജിഹാദ് സ്വന്തം മനസ്സിനോട് യൂസുഫ് നബി അലൈഹിസ്സലാം ആ ഒരു അവസരത്തിൽ നടത്തുകയാണ്. അള്ളാഹു ആ രംഗത്തെ എടുത്തു പറയുന്നുണ്ട്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. അവൾക്ക് വല്ലാത്ത ഭ്രമം യൂസുഫ് അലൈഹിസ്സലാമയോട് തോന്നി. യൂസുഫ് അലൈഹിസ്സലാമക്ക് ഒരൽപ്പം മാനുഷികമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനും തോന്നി. ലൗല അർആ ബുർഹാന റബ്ബിഹി, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാമയെ അവൻ്റെ പ്രത്യേകമായ തെളിവ് കാണിച്ചു കൊടുത്ത് യൂസുഫ് നബിയെ രക്ഷപ്പെടുത്തി എന്നാണ്. നോക്കൂ,
ഒരു മനുഷ്യന് തോന്നാവുന്ന ഒരു തോന്നൽ അവർ വല്ലാതെ വശീകരിപ്പിച്ചിരുന്നു എന്നാണ്. വല്ലാതെ ആ പെണ്ണ് വശീകരിപ്പിച്ചിരുന്നു എന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവിടുന്ന് പെട്ടെന്ന് ഓടുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്. വസ്തബഖൽ ബാബ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം വാതിൽക്കൽ ഓടുമ്പോൾ പിന്നിൽ നിന്ന് ഇവളും ഓടി. വഖദ്ദത് ഖമീസഹു. യൂസുഫ് നബിയുടെ വസ്ത്രം കീറി പിന്നിൽ നിന്ന്. മിൻ ദുബുരിൻ വഅൽഫയ സയ്യിദഹ ലദൽ ബാബ്. അവിടുന്ന് യജമാനനെ കാണുകയാണ്. പെട്ടെന്ന് റീല് മാറുകയാണ്. ആശ്ചര്യം. ഖാലത് മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. പെട്ടെന്ന് പെണ്ണിൻ്റെ കാസറ്റ് മാറിപ്പോയി. പെണ്ണ് പറയാണ് യജമാനനെ കണ്ടപ്പോൾ, നോക്കി, നിങ്ങളുടെ ഭാര്യയെ മോശമായി വിചാരിച്ച ഒരുത്തന് എന്ത് പ്രതിഫലമാണ് കൊടുക്കാനുള്ളത്? അവനെ ജയിലിലടക്കുകയോ എന്തെങ്കിലും കടുത്ത ശിക്ഷ കൊടുക്കുക തന്നെ വേണം എന്ന് ആ പെണ്ണ് പറയുകയാണ്. സ്തംഭിച്ചു പോയി യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലേ, വാദിയും പ്രതിയും ജഡ്ജിയും എല്ലാം ഈ പെണ്ണായി തീരുകയാണ്. എന്നിട്ട് ശിക്ഷയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹിയ റാവദത്നി അൻ നഫ്സി. ഇവരാണ് എന്നെ വശീകരിച്ചത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖുദ്റത്ത്. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ. ആ പെണ്ണിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സാക്ഷി വരികയാണ്. അല്ലെ, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അടയാളം ബാക്കിയായിട്ടുണ്ടാകുമെന്നാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകൾ, അത് ഒരുപക്ഷെ 10, 20, 50 ഒക്കെ കൊല്ലങ്ങൾ കഴിഞ്ഞ് തെളിയിക്കപ്പെടുന്ന കേസുകൾ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നവരാണ്. ചിലപ്പോൾ കുറ്റവാളി മരിച്ചിട്ടുണ്ടാകാം കേസുകൾ തെളിയുമ്പോൾ. അതല്ലെങ്കിൽ പ്രതിയോ വാദിയോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലും സൂചനകൾ ഇവിടെ ബാക്കിയുണ്ടാകുമെന്നാണ്. അപ്പോൾ ആരുടെ ഭാഗമാണ് ഇവിടെ ഒരു സാക്ഷിയായി വന്നത്? പെണ്ണിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ പെണ്ണിൻ്റെ കുടുംബക്കാരനാണ് സാക്ഷിയായിട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. യൂസുഫിൻ്റെ വസ്ത്രം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ്, യൂസുഫാണ് കളവ് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, യൂസുഫിൻ്റെ വസ്ത്രം ബാക്കിൽ നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് പറയുന്നതാണ് സത്യം, പെണ്ണ് കളവാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ വസ്ത്രം മുന്നിൽ നിന്നാണ്, അല്ലെ, മുന്നിൽ നിന്ന് കീറാൻ കാരണം എന്താണ്? ഒരു പുരുഷൻ അവൻ കയറി പിടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള മൽപ്പിടുത്തം നടക്കുമ്പോൾ സ്വാഭാവികമായി മുന്നിൽ നിന്ന് കീറും. ഇത് യൂസുഫ് നബി അലൈഹിസ്സലാം ആ തിന്മയിൽ നിന്ന് തിരിഞ്ഞ് ഓടുകയാണ്. ഓടുമ്പോൾ പിന്നിൽ നിന്നാണ് ആ പെണ്ണ് വലിക്കാൻ ശ്രമിക്കുന്നത്. ഫലമ്മാ റഅ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. പിന്നിൽ നിന്ന് കീറിയിട്ടുണ്ട്. മനസ്സിലായി, യജമാനന് മനസ്സിലായി, സംഗതി ബോധ്യപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ. യൂസുഫേ, നീ ഇതിൽ നിന്ന് പിന്മാറിക്കള, ഇതിൽ നിന്ന് നീ പിന്മാറണം, ഇത് വിട്ടുകള, നീ പുറത്ത് പറയൊന്നും വേണ്ട. അത് രാജാവിന് മോശമാണ്. രാജാവിൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നീ ഇത് വിട്ടേച്ചാണ്, അത് വിട്ടുകള. വസ്തഗ്ഫിരി ലിദംബിക ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ. ഭാര്യയോട് പറഞ്ഞു, നീ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, നീ എന്തായാലും തൗബ ചെയ്ത് മടങ്ങണം, നീ ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് ഭാര്യയോടും പറഞ്ഞു. യൂസുഫ് നബിയോട് അവൾക്ക് തോന്നിയ ഇഷ്ക് എന്നുള്ളത്, ആ പ്രണയം എന്നുള്ളത് വല്ലാത്ത വശീകരണ തന്ത്രം, അല്ലേ, വല്ലാത്ത കഠിനമായതായിരുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഒരു ഗ്രന്ഥം രചിച്ചിട്ട് അദ്ദാഉ വദ്ദവാ എന്നുള്ള പേരിൽ, രോഗവും അതിനുള്ള മരുന്ന് എന്നുള്ള പേരിൽ, അല്ലേ, ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നേരിട്ടാൽ അള്ളാഹു പ്രത്യേകം ക്ഷമ നൽകിയവർക്കല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം അതിൽ സമർത്ഥിക്കുകയാണ്. നോക്ക്, യൂസുഫ് നബി അലൈഹിസ്സലാം എന്തിനായിരുന്നു അവിടെ നിന്ന് ഓടിയത്? നല്ലൊരു ചാൻസ് ആയിരുന്നു, ദുനിയാവിലൊരു ആസ്വാദനം നേടിയെടുക്കാനുള്ളൊരു അവസരമായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല 13ഓളം കാരണങ്ങൾ, ആ തെറ്റ് ചെയ്യാൻ യൂസുഫ് നബിക്ക് കാരണങ്ങൾ ഉണ്ടായിരുന്നു, പ്രേരകങ്ങളും ഒരു തടസ്സവുമില്ലായിരുന്നു, തിന്മ ചെയ്യാൻ ഒരു തടസ്സവുമില്ലായിരുന്നു. 13 കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല. എന്താ അതിലൊന്ന്? അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. സ്വാഭാവികമായും ഒരു പുരുഷന് സ്ത്രീയോട് എന്തായാലും ഒരു ചായ്വുണ്ടായും.
അല്ലേ? രോഗമൊന്നുമില്ലാത്ത ഒരു യഥാവിധിയുള്ള ഒരു പുരുഷന് സ്ത്രീയോട് എന്തായാലും ഒരു ചായവുണ്ടാവും. മനുഷ്യന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ, പാനീയം ആവശ്യമുള്ളതുപോലെ സ്ത്രീ എന്നുള്ളത് അത് അനുവദനീയമായ രീതിയിൽ നേടിയെടുക്കാനാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദുനിയാവിൽ അത്തറും സ്ത്രീകളും എന്ന് വെച്ചാൽ ഭാര്യമാരും എനിക്ക് അള്ളാഹു ഇഷ്ടമാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം ദവാ എന്നുള്ള ആ ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഭക്ഷണവും പാനീയവും ഒക്കെ സഹിച്ചിരിക്കാം, പക്ഷേ എനിക്ക് ഈ ഒരു ആവശ്യപൂർത്തീകരണത്തിന് വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക്, സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യമാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും അവരെ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ ഹറാമിലേക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായി നമ്മൾ ദീന് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ കാരണം അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. രണ്ടാമത്തേത് ഒരു യുവാവായിരുന്നു, അല്ലെ? വയസ്സായിട്ടുള്ള ഒരാളെക്കാളും കൂടുതൽ വികാരവും അത്തരത്തിലുള്ള തീഷ്ണമായ വികാരമാണ് ഒരു യുവാവിനുണ്ടാവുക. അതേപോലെ അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഒരു ഭാര്യയൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. നാലാമത്തേത് അദ്ദേഹം ഒരു വിദേശിയായിരുന്നു, വിദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. സ്വന്തം നാട്ടിലല്ല, വാപ്പറിയാനില്ല, ഉമ്മ അറിയാനില്ല, കുടുംബക്കാരൊന്നും അറിയാനില്ല. ഈ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് ആരും അറിയാനില്ല. മാത്രവുമല്ല, അഞ്ചാമത്തെ ഒരു കാരണം എന്നുള്ളത് ഈ വിളിച്ച സ്ത്രീ, ക്ഷണിച്ച സ്ത്രീ അതീവ സുന്ദരിയും കുലീനയുമായിരുന്നു, അല്ലേ? റോയൽ ഫാമിലിയിലുള്ള ഒരു സ്ത്രീയാണ്, പ്രശസ്തയായ സ്ത്രീയാണവൾ, അല്ലേ? അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ? റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരുവനെ ഒരു സ്ത്രീ വിളിക്കുകയാണ്, തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. എങ്ങനെയുള്ള സ്ത്രീ? ഏതെങ്കിലും ഒരു തെരുവ് വേശ്യയല്ല, അതല്ലെങ്കിൽ ഒരുപാട് ന്യൂനതകളുള്ള ഒരു സ്ത്രീയല്ല, മറിച്ച് അതീവ സുന്ദരിയും നല്ല തറവാടിത്തവുമുള്ള പ്രശസ്തയായ നല്ല ഒരു കുലീനയായ ഒരു സ്ത്രീ വിളിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കും. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളത്, അല്ലേ? ഏതെങ്കിലും ന്യൂനതകളുള്ള സ്ത്രീയല്ല ഇവിടെ, അതീവ സുന്ദരിയായ എല്ലാ ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞൊരുങ്ങി വന്ന ഒരു സ്ത്രീയാണ് വിളിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, ആറാമത്തെ ഒരു കാരണം, അവൾക്ക് യാതൊരുവിധ തടസ്സവുമില്ല, അവളാണ് ക്ഷണിച്ചത്. ഒരു തടസ്സവും ഒരു എതിരഭിപ്രായവും ആ പെണ്ണിനില്ല എന്നുള്ളതാണ്. ഏഴാമത്തേത്, അവളാണ് ഇങ്ങോട്ട് വശീകരിച്ചത്, അവളാണ് ഇങ്ങോട്ട് വിളിച്ച് എല്ലാ ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചത് അവളാണ്. മാത്രമല്ല അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തിയത് അവളാണ്. എട്ടാമത്തേത്, അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ്, അവളുടെ വീട്ടിൽ വെച്ച് അവളുടെ കീഴിലായിരിക്കുന്ന ഒരുവനെയാണ് വിളിക്കുന്നത്. വഴങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരെ യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് ബാധിച്ചേക്കാം. അതൊന്നും മാനിക്കാതെ യൂസുഫ് നബി അലൈഹി സ്വലാം ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലേ? ദോഷം പറഞ്ഞ് പരത്താൻ ആളുകളൊന്നുമില്ല, അതാണ് ഒമ്പതാമത്തേത്. ഇത് പുറത്ത് പറയാൻ ആളുകളൊന്നുമില്ല പറഞ്ഞ് പരത്താൻ, അല്ലേ? അവളാണ് ക്ഷണിച്ചത്. ഇനി അവിടെയുള്ള ആളുകളാണെങ്കിലും അവളുടെ ആളുകളാണ്, അല്ലെ? വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈതലക്, അവളാണ് എല്ലാം ഒരുക്കിയത്. പത്താമത്തെ ഒരു കാരണം, യൂസുഫ് ആ വീട്ടിലൊരു സേവകനെ പോലെയായിരുന്നു, അതല്ലെങ്കിൽ ഒരു അടിമയെപ്പോലെയായിരുന്നു. അവളുടെ അടുക്കലേക്ക് വരികയും പോവുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണയായിരുന്നു. അവളുടെ കീഴിൽ വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. ആർക്കും ഒരു സംശയം തോന്നാനുള്ള ഒരു ഇടയും ഒരു അവസരവും അവിടെ ഇല്ലായിരുന്നു, അല്ലേ? അവർ തമ്മിൽ പരിചയമുണ്ട്, ഒരു അപരിചിതത്വവുമില്ല, പരസ്പരം സംസാരമുണ്ട്, എല്ലാമുണ്ട്, ആർക്കും ഒരു പ്രശ്നവുമില്ല. അതേപോലെ ആണുങ്ങളെ വശീകരിക്കാൻ പോന്ന തന്ത്രജ്ഞാനികളായ സ്ത്രീകൾ, ഈ ഭാര്യയ്ക്ക്, അസീസിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് സ്ത്രീകളുണ്ട്, അവരെയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവരെയും ഇതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരുന്നു. അതേപോലെ
ഈ പെണ്ണ് ജയിൽ ശിക്ഷ കൊണ്ടും നിന്യത ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമെ. അതാണ് 12ാമത്തെ കാര്യം. നമുക്ക് നമ്മുടെ നാടുകളിൽ എത്ര ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ ലഭിക്കും, ജയിലിൽ അകപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും ചെയ്യുന്നവരുണ്ട്. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാമയോ ചെയ്തില്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെടും, നിന്ദനാകും നീ എന്ന് വരെ ഭീഷണിപ്പെടുത്തിയ ആ യൂസുഫ് നബി അലൈഹി സ്വലാമയാണ്. അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. 13ാമത്തെ ഒരു കാരണം, അവളുടെ ഭർത്താവ് ഒരു ലോലമനസ്കനായിരുന്നു, വലിയൊരു ഒരു ഗീറത്തില്ലാത്ത, ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് യൂസുഫ് അരിദ് അൻ ഹാദാ, യൂസുഫെ നീ ഇതിൽ നിന്ന് മാറി നിൽക്ക്. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു, നീ ഇതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി, നീ ചെയ്തത് തെറ്റാണ്. അതിൽ വലിയൊരു ആക്ഷനൊന്നും അവരെടുത്തില്ല എന്നാണ്. ഭർത്താവ് വലിയൊരു ആക്ഷനൊന്നും അവിടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അയാൾ ഒരല്പം ശിദ്ധത്തുള്ള ആളാണെങ്കിലോ രണ്ടുപേരും അതിന് തയ്യാറാവുകയില്ല, സ്ത്രീ അതിന് മുതിരുകയില്ല. ഇതിന് ശേഷവും ഈ സ്ത്രീ പിന്നെയും പല കളിയും കളിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ജിഹാദായിരുന്നു, ഏറ്റവും വലിയ ക്ഷമയായിരുന്നു അദ്ദേഹം കൈകൊണ്ടത്. ഒരുപക്ഷെ സഹോദരന്മാർ കിണറ്റിലേക്ക് എറിയുന്ന ആ ഒരു അവസരത്തെക്കാളും, അതിൽ ക്ഷമിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ ക്ഷമ ഈ ഒരു തിന്മയിലാണ്. ഈ ഒരു തിന്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏറ്റെടുത്ത ക്ഷമയാണ്, കൈവരിച്ച ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. കാരണം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് നമ്മളുടെ ഇഖ്തിയാറല്ല, എന്ന് വെച്ചാൽ നമ്മളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷമയല്ല, മറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും ക്ഷമിക്കും. എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ ക്ഷമിക്കും. എന്നാൽ എല്ലാ പ്രേരകങ്ങളും നമ്മൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമയത്ത് ഒരു ആസ്വാദനം ആസ്വദിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക, അത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രം, അത് ക്ഷമയാണ്, അത് വല്ലാത്തൊരു ക്ഷമയാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ടല്ലാതെ ഒരിക്കലും അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുകയില്ല. അള്ളാഹ് പറഞ്ഞില്ലേ, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആരാണോ തൻ്റെ ദേഹേച്ഛയിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ദേഹേച്ഛയിൽ നിന്ന് മാറി നിൽക്കുന്നത്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവർക്കാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കാണ് സ്വർഗമുള്ളത്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം കൈവരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരിക്കലും താങ്ങാൻ കഴിയുകയില്ല. ആരാരും കാണുന്നില്ല എങ്കിലും, എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ട് എങ്കിലും, എല്ലാ അവസരങ്ങളും എനിക്ക് അനുകൂലമാണ് എങ്കിലും എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ആരാരും കേൾക്കുന്നില്ല എങ്കിലും എൻ്റെ റബ്ബെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയെ ആ ഒരു തിന്മയിൽ നിന്ന്, ആ ഒരു അവസരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? എത്ര സൗകര്യമുണ്ട് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരും കാണുന്നില്ല എങ്കിലും ഇന്നത്തെ നാളുകളിൽ നമ്മളുടെ മൊബൈൽ ഫോൺ ഒന്ന് ആലോചിച്ചാൽ മതി സഹോദരങ്ങളെ. ആരാരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട്, അള്ളാഹു സദാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധമാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. അതേപോലെ തനിച്ചാകാൻ പാടില്ല, അന്യ സ്ത്രീയുമായിട്ടുള്ള ഒരു തനിച്ചാകുന്ന ഒരു അവസരം പോലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഫഇന്ന സാലിസഹുമ ശൈത്താൻ. അന്യ സ്ത്രീയുമായി ഒരിക്കലും നമ്മൾ തനിച്ചാകാൻ പാടില്ല. അത് ഏത് അവസരത്തിലാണെങ്കിലും, ജോലി സ്ഥലത്താവട്ടെ, വീട്ടിൽ തന്നെ വേലക്കാരിയാകുമ്പോൾ നമ്മൾ ഒറ്റക്കാകാൻ പാടില്ല. കാർ ഡ്രൈവർ, അങ്ങനെ ആരാരായാലും തന്നെ നമ്മൾ ഒരിക്കലും അന്യ സ്ത്രീയും പുരുഷനും ഒരു നിലക്കും ഒറ്റപ്പെടാൻ പാടില്ല. അത് ക്ലാസ്മേറ്റ്സ് എന്ന പേരിലാണെങ്കിലും, അല്ലേ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ എല്ലാം ഹലാലായ രീതിയിലാണ്. ക്യാമ്പസുകളിലൊക്കെ വ്യാപകമാണ് സഹോദരങ്ങളെ. ക്യാമ്പസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രോഫ്കോൺ ഇന്ന് മംഗലാപുരത്ത് വെച്ച് ആരംഭിക്കുകയാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നേരിൻ്റെ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് നടത്തിയ 28 വർഷമായി പ്രോഫ്കോൺ തുടരുന്നു. 29ാമത്തെ പ്രോഫ്കോൺ അത് മംഗലാപുരത്ത് വെച്ച് ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ
സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതിൻ്റെ കളക്ഷൻ ഇൻഷാ അല്ലാഹ് ജുമക്ക് ശേഷം ഇവിടെ ഉണ്ടാകും. നമ്മൾ മനസ്സറിഞ്ഞ് അതിനുവേണ്ടി സംഭാവനകൾ അർപ്പിക്കണം. ഇവിടുന്ന് ബസ്സുകൾ പുറപ്പെടും. നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ അതിൽ കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബക്കാരിൽ, അതേപോലെ നമ്മുടെ പരിചയക്കാരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ഈ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒരിക്കലും ഒരു നിലക്കും ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് നമ്മൾക്ക് നിയന്ത്രിച്ചു കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തി. എന്നാൽ നമ്മളൊക്കെ ദുർബലരാണ് സഹോദരങ്ങളെ. അത്തരത്തിലുള്ള ഒരു സന്ദർഭം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആ അവസരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അദ്ദേഹം ഏറ്റവും നല്ലൊരു അവസരം എന്ന് ആളുകൾ പറയുന്ന ആ തിന്മയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് എല്ലാവിധ സൗകര്യമുണ്ടായിട്ടും റബ്ബിനെ ഓർത്തിട്ടാണ് അതിൽ നിന്ന് മാറി നിന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ഉദ്ദേശിച്ചാൽ തന്നെ പ്രതിഫലം ലഭിക്കും. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അത് ഒഴിവാക്കിയാൽ അത് നന്മയാക്കി അള്ളാഹു മാറ്റുമെന്നാണ്. അങ്ങനെ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അതിൽ നിന്ന് മാറി നിന്നാൽ, അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അള്ളാഹുവിനെ ഭയന്ന് മാറി നിന്നാലാണ് ആ പ്രതിഫലം ലഭിക്കുക. അതല്ലാതെ സൗകര്യം, അതല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്ന് വിചാരിച്ച്, ഇതൊരു പാട്ടാകുമോ എന്ന് വിചാരിച്ച് ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ അങ്ങനെ ഒരു പ്രതിഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർത്ത് എന്തെങ്കിലും ഒരു തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് എങ്കിൽ വമ്പിച്ച പ്രതിഫലമാണ് അതിന് അള്ളാഹു നമുക്ക് നൽകുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, നാട്ടിലെ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ഈ ഒരു സംഭവത്തിൽ ആ രാജ്ഞിയെപ്പറ്റി ആക്ഷേപം പറയാൻ തുടങ്ങി. വലിയൊരു രാജ്ഞി, നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടായല്ലോ, തൻ്റെ വേലക്കാരനെ വശീകരിക്കാൻ ശ്രമിച്ചല്ലോ, ദുഷിച്ച ചിന്ത അവരിൽ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് നാട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലെ സ്ത്രീകളൊക്കെ പാടി നടന്നു. അങ്ങനെ ഇത് കേട്ടപ്പോൾ രാജ്ഞി എന്ത് ചെയ്തു? അവർക്കൊരു സദ്യയൊരുക്കി, വിരുന്ന് സൽക്കാരമൊരുക്കി, നല്ല സോഫകളൊക്കെ റെഡിയാക്കി, ഭക്ഷണങ്ങളും വിഭവങ്ങളൊക്കെ നൽകി, എല്ലാ സ്ത്രീകളുടെയും കൈകളിൽ ഒരു പലഹാരം കൊടുത്തു, എല്ലാവരുടെ കയ്യിലും കത്തിയും കൊടുത്തു. ഒരു കത്തി കൊടുത്ത് പാസ് ചെയ്യാനല്ല, മറിച്ച് എല്ലാവരുടെ കയ്യിലും കത്തി കൊടുത്തു എന്നാണ്. കത്തി കൊണ്ട് മുറിച്ച് കഴിക്കാൻ പറ്റുന്ന എന്തോ ഒരു ഫലം കൊടുക്കുകയും ചെയ്തു, ആപ്പിളോ എന്തുമാകട്ടെ അത് കൊടുത്തു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമയോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങോട്ട് കൽപ്പിക്കുമ്പോൾ ഇതിലൂടെ വരണം എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഈ രാജ്യം അങ്ങനെ ചെയ്തത്, ഞാനിങ്ങനെ ആയല്ലോ, ഞാൻ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല, നിങ്ങളാണെങ്കിൽ ഇതിലപ്പുറവും ചെയ്തേനെ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്
അവരത് ചെയ്തതെന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം കടന്നു വന്നു. എല്ലാവരുടെ കൈകളിൽ കത്തിയുണ്ട്. അവരറിയാതെ അവർ ആ രംഗം തന്നെ മറക്കുകയാണ്. അവരെ തന്നെ മറന്നുകൊണ്ട് ഏതോ ഒരു ലോകത്തേക്ക് എത്തുന്ന ഒരവസ്ഥ. അവരറിയാതെ എല്ലാവരും കൈകളെ മുറിച്ചു എന്നാണ്. കൈകളിൽ ഇങ്ങനെ രക്തം വാർന്നൊലിച്ചു എന്നാണ്. എല്ലാവരും പറഞ്ഞു ഖുൽ ഹാശലില്ല, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറഞ്ഞു. മഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മാന്യനായ മലക്കല്ലാതെയല്ല എന്നവർ പറഞ്ഞതാണ്. അന്തം വിട്ടു, എല്ലാവരും അന്തം വിട്ടുകൊണ്ട് ഇതെന്താ ഒരു മലക്കാണോ എന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഞി പറഞ്ഞു ഖാലത് ഫദാലികുന്നല്ലദി ലുംതുന്നനി ഫീഹി, കണ്ടോ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചല്ലോ, അയാൾ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാം മതിമറന്ന് നിങ്ങളുടെ കൈകളെ മുറിച്ചില്ലേ? ഞാൻ ചെയ്തത് വലിയ തെറ്റാണോ? ഇപ്പം നിങ്ങൾ പറയും എന്നവർ പറഞ്ഞു എന്നാണ്. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം, ശരിയാണ്, ഞാനാണ് അവനെ വശീകരിച്ചത്, പക്ഷേ എന്നിൽ ഒരു തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നവർ ചോദിച്ചെന്നാണ്. ഫസ്തഅസം, എന്നാൽ യൂസുഫ് ഒന്നും ചെയ്തിട്ടില്ല, അവൻ സുരക്ഷിതനാണ്. വല ഇല്ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനന്ന വല യകൂന മിനസ് സാഗിരീൻ, ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തില്ലെങ്കിൽ ഇനിയും ഞാൻ അവനെ കൽപ്പിക്കും. എൻ്റെ കൽപ്പനയ്ക്ക് അവൻ വഴങ്ങുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായും അവനെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും എന്ന് അവർ ആ സ്ത്രീകളോട് പറഞ്ഞു എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ആകെ പെട്ടിട്ടാണുള്ളത്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? ഈ സ്ത്രീകളും ഇതിനൊക്കെ ഒരുങ്ങിയെന്നാണ്. ഈ സ്ത്രീകൾ മൊത്തം ഇവരുടെ കൂടെ കൂടിയെന്നാണ്. എന്തിനാ? ഇതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ പിടിക്കപ്പെട്ടിട്ട് പിന്നെയും അവർ വിടുന്നില്ല, വീണ്ടും വീണ്ടും അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് വീണ്ടും ഒരു പാഠം. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലേ, പ്രേരണ കൂടുകയാണ്, തിന്മ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കൂടുകയാണ്. അപ്പോൾ ആത്മാർത്ഥമായി കൈ ഉയർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി സ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. യൂസുഫ് നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, ഇവർ എന്നെ ക്ഷണിക്കുന്ന, എന്താ ഇവർ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകൾ മൊത്തം അതിൻ്റെ ഒരാളുകളായി മാറിയതാണ്. അവർ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ജയിലാണ് റബ്ബേ എനിക്ക് ഹൈറായിട്ടുള്ളത്. ഇവർ ക്ഷണിക്കുന്നതിനേക്കാൾ ഇഷ്ടം ജയിലിലേക്ക് പോയി താമസിക്കുന്നതാണ്, കല്ലറകൾക്കുള്ളിൽ താമസിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് ആ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, നീ എന്നെ ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തില്ല എങ്കിൽ ഞാൻ ജാഹിലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും, അവരുടെ വശ്യതയിൽ ഞാൻ അകപ്പെട്ടു പോകും റബ്ബേ, എന്നിട്ട് ജാഹിലായി തീരും റബ്ബേ എന്ന് അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്തജാബ ലഹു റബ്ബുഹു, അല്ലാഹു ആ യൂസുഫ് നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. ഫസറഫ അൻഹു കൈദഹുന്ന, അവരുടെ കുതന്ത്രത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തി. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം കൃത്യമായി അറിയുന്നവനുമാണ്. കണ്ടോ, അള്ളാഹുവിൻ്റെ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, കേവലം ഒരു കഥയല്ല സൂറത്ത് യൂസുഫ്. ഒരു ടെൻഷൻ ബാധിക്കുന്ന ഒരാൾ വായിച്ചാൽ അവൻ്റെ ടെൻഷൻ തീർച്ചയായും ഇല്ലാതെയായി പോകും. അതാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇങ്ങനെ എടുത്തു പറയുകയാണ്, അല്ലേ. ചോദിക്കേണ്ടത് ആരോടാണ്? എല്ലാം കേൾക്കുന്നവനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹു ഉത്തരം നൽകും. എല്ലാം അറിയുന്നവനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നുള്ള പാഠമാണ് ഇതിലുള്ളത്. നോക്കൂ, തിന്മകളിലേക്ക് അകപ്പെടുമ്പോൾ ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, രക്ഷ തേടണം എന്നുള്ള ഒരു ഗുണപാഠമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത്, ജീവിതത്തിൽ പകർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ആ യൂസുഫ് നബി അലൈഹി സ്വലാമയെ ജയിലിൽ അടക്കുകയാണ്. എന്തിനാണ്? യൂസുഫ് തന്നെയാണ് തിന്മ ചെയ്തത് എന്ന് നാട്ടിൽ മൊത്തം പാട്ടായപ്പോൾ അവസാനം യൂസുഫിനെ എടുത്ത് ജയിലിലിട്ടു എന്നാണ്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അതിലുറച്ചു നിന്നു. കുറ്റം സമ്മതിക്കാൻ പറഞ്ഞു, പക്ഷെ സമ്മതിക്കുന്നില്ല. ഞാനാണ് തെറ്റുകാരനെന്ന് പറയൂ യൂസുഫെ എന്ന് പറഞ്ഞു, പക്ഷെ അത് പറഞ്ഞില്ല. ഞാൻ ജയിലിലേക്ക് പോകാം, എനിക്ക് ജയിലാണ് ഇഷ്ടം എന്നൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യൂസുഫ് നബി ജയിലിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചരിത്രം നമുക്ക് അടുത്ത ഖുതുബയിൽ നമുക്ക് സൂചിപ്പിക്കാം. മുഅ്മിനീങ്ങൾ
പ്രാർത്ഥനകൾ എന്നും മുറുകെ പിടിക്കണം. ഇത്തരത്തിലുള്ള തിന്മകളിൽ അകപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നിന്നോട് ഞാൻ ഹിദായത്തിനെ ചോദിക്കുന്നു, ഹുദയെ ചോദിക്കുന്നു, വത്തുഖ സൂക്ഷ്മതയെ ചോദിക്കുന്നു റബ്ബേ, വൽ അഫാഫ ഇതാണ് അഫാഫ് എന്ന് പറഞ്ഞാൽ. യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത് അഫാഫാണ്. ആ അഫാഫിനെ ചോദിക്കുന്നു. വൽ ഗിന, സമ്പുഷ്ടതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കുക, എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും എല്ലാ തിന്മകളിൽ നിന്നും കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും, മയക്കുമരുന്നുകളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മയെല്ലാം കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുണപാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് വിജയവും റാഹത്തും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൻ്റെ മണ്ണിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മളുടെയും ദീനിൻ്റെയും അള്ളാഹുവിൻ്റെയും ശത്രുവിനെ അള്ളാഹു നശിപ്പിച്ചെറിയുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.